എനിക്കിന്ന് പറയാനുള്ളത്, ഇപ്പോൾ ഈ 5 രൂപ നോട്ട് കുറേ ട്രാക്ടറുള്ളതിന് 3 ലക്ഷം രൂപ, 5 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ എന്നും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലും ഫേസ്ബുക്കിലും എല്ലാം വരുന്നുണ്ട്. അപ്പം അതുപോലെ ഈ 1 രൂപയ്ക്ക് 2.5 ലക്ഷം രൂപ, 10 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. ഇതെല്ലാം ഒരു കളിപ്പീരാണ്. ഞാൻ കുറച്ച് പൈസ, പഴയ കുറച്ച് പൈസകൾ ഈ ഫേസ്ബുക്കിൽ കൂടെ ഇട്ടായിരുന്നു കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഇട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ അത് മെസ്സേജ് വന്നു, ഒരാൾ 15,000 രൂപ വില വെച്ചേക്കുന്നു. അപ്പോൾ ഈ 15,000 രൂപ വില വെച്ചു. ഞാൻ പിന്നെ എനിക്കറിയാൻ കളിപ്പീരാണെന്നറിയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ 5 രൂപ ഇട്ടു. അപ്പോൾ അതിന് പഴയ കോയിൻ വേണം. അപ്പോൾ പിന്നെ 50 പൈസയുടെ കോയിൻ ഇട്ടു. അപ്പം സോഷ്യൽ മീഡിയ കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അതിന് ഇത്ര രൂപ ഞാൻ എടുത്തോളാം, എൻ്റെ സഹോദരന് വേണ്ടിയാണ്, അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയാണ്. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇതിനൊരു വൗച്ചർ വേണം, ബാങ്ക് വഴി ഒരു 750 രൂപ അയച്ചു തരിക, സർവീസ് ചാർജ്, എന്നിട്ട് ഞങ്ങൾക്ക് പണം തരും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്കറിയാം ഇത് കളിപ്പീര് തന്നെയാണെന്നുള്ള അറിയാം. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എൻ്റെ സഹോദരന് വേണ്ടിയാണ്, അതുകൊണ്ട് നിങ്ങൾ 750 രൂപ സർവീസ് ചാർജ് ചെയ്യണം ഒക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കുറേ പേപ്പറുകളും അയച്ചു തന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ വീണ്ടും പുള്ളിക്കാരൻ്റെ ഒരു ഫോട്ടോ അയച്ചു തന്നു. പുള്ളിക്കാരൻ്റെ ആണോ വേറെ ആരുടെ ആണോ അറിയത്തില്ല, ഒരു ഫോട്ടോ ഒക്കെ തന്നു. അപ്പം തന്നെ നമുക്കറിയാം തട്ടിപ്പാന്നുള്ള കാര്യം. അങ്ങനെ ഇരുന്നപ്പം അപ്പോൾ ഈ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് 5 രൂപയ്ക്ക് 1 ലക്ഷം കിട്ടും, 10 ലക്ഷം രൂപ കിട്ടുമെന്ന് പറയും. ഇപ്പോൾ തന്നെ ഈ 5 രൂപയുടെ നോട്ട് തന്നെ എൻ്റെ കയ്യിൽ 5 എണ്ണം ഉണ്ട്. 1 രൂപയുടെ നോട്ട് 4-5 ഉണ്ട്. 50 പൈസ കോയിൻ ഇഷ്ടംപോലെ ഉണ്ട്. ഇങ്ങനെ ഒത്തിരി കുറച്ച് കോയിനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനെല്ലാം യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും ഇത്ര രൂപ കിട്ടും, 30,000 കിട്ടും, 50,000 കിട്ടും. ഇല്ല, കിട്ടത്തില്ല, ഒരിക്കലും കിട്ടത്തില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു 50 ലക്ഷം രൂപ സാധനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പൈസകൾ ശേഖരിച്ച് വെക്കുക. ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക, അവർ 10-500-1000 കൊണ്ടുപോകായിരിക്കും. അപ്പോൾ എനിക്ക് പങ്കുവെക്കാനുള്ളത്, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ടിട്ട് ഈ ഫോൺ ചെയ്യുകയോ അല്ലാതെ പൈസയുടെ ഫോട്ടോ അയച്ചു കൊടുക്കുകയോ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരാദ്യം 750 രൂപ ആവശ്യപ്പെടുക, അല്ലെങ്കിൽ 500 രൂപ, ഏറ്റവും കുറഞ്ഞ ചാർജ് ആയിരിക്കും ആദ്യം ആവശ്യപ്പെടുക. 500 രൂപ അയച്ചു തരിക. അപ്പോൾ 500 രൂപ തന്നു കഴിയുമ്പോൾ പറയും അങ്ങനെയല്ല, 1000 രൂപ തരണം. പിന്നെ എന്തെങ്കിലും അയച്ചു തന്നിട്ട് പറയും അത് 25,000 രൂപ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്താലേ ഞാനത് തരത്തുള്ളൂ, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഈ തട്ടിപ്പിൽ നമ്മൾ ഒരിക്കലും വീഴരുത്. ഇത് ഒരു തട്ടിപ്പ് തന്നെയാണ്. കാര്യം ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല ഈ 5 രൂപയ്ക്കൊന്നും 25 ലക്ഷം രൂപ. അതും പറയുന്നത് ഇങ്ങനെപ്പെട്ട ട്രാക്ടറുടെ ചിഹ്നം വേണം. ഇപ്പം പണ്ടത്തെ 5 രൂപയ്ക്കല്ല ഇത് തന്നെ ഉണ്ട്. എൻ്റെ ഈ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ ഉണ്ട്. 5 നോട്ടുണ്ട് ഇപ്പോൾ ഇതിൽ. 1 രൂപയുടെ ഉണ്ട്, 2 രൂപയുടെ ഉണ്ട്, പിന്നെ 50 പൈസ കോയിനുണ്ട്. അതുപോലെ 25 പൈസ കോയിനൊക്കെ കാണിച്ചിട്ട് പറയുന്നത് അത് 1 ലക്ഷം കിട്ടും. 3-4 കോയിൻ അങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് പറയും 1 ലക്ഷം കിട്ടും. ചുമ്മാതാ. 1 ലക്ഷം കിട്ടത്തില്ല, 10,000 കിട്ടത്തില്ല. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് വീണ് പോകല്ലേ. വീണ് പോയാൽ നമ്മൾ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ അവർ തുരുവരെ തിരിച്ച് ഫോൺ ചെയ്യും. പൈസയുടെ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അവർ തുരുവരാന്ന് പിന്നെ ഇങ്ങോട്ട് അറിയിക്കും. അപ്പം വീണ് പോയി കഴിഞ്ഞാൽ അവർ പറയും, കൂടുതലും ഹിന്ദിക്കാരാണ്, നോർത്ത് ഇന്ത്യക്കാരാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്, ഹിന്ദിക്കാരായിരുന്നു. അപ്പോൾ നമ്മൾ ഒരിക്കലും പിടിക്കാനേ പറ്റില്ല. അപ്പോൾ അവർ വീണ് പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് കൊണ്ട് മെസ്സേജ് അയക്കും, അങ്ങോട്ട് മെസ്സേജ് അയക്കും. അപ്പം നമ്മൾ ശരി ആട്ട എന്നും പറഞ്ഞിട്ട് നമ്മൾ ഈ 750 രൂപ അല്ലെങ്കിൽ 500 രൂപ അയച്ചു, സർവീസ് ചാർജ് പറഞ്ഞാൽ അയച്ചു കൊടുക്കും. ആ അയച്ചു കൊടുക്കുന്ന പൈസ അവരെടുത്തിട്ട് പിന്നീട് പറയും ഇന്ന പോലെ ഒരു സാധനം വന്ന് കിടപ്പുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീണ്ടും പൈസ ഈടാക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നിന്ന് ഇന്ന പോലെ സാധനം പൈസ ഇന്നടത്ത് കിടക്കുകയാണ്, അങ്ങനെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് 25,000 ഇടാം. അപ്പം നമ്മുടെ ഡീറ്റെയിൽസ് മൊത്തം അവരുടെ ചെല്ലും. അപ്പം ഒരിക്കലും എനിക്ക് പറയാനുള്ളത്, ഇതിന് 30 ലക്ഷം രൂപയൊന്നും കിട്ടത്തേ ഇല്ല. ഇതൊക്കെ ചുമ്മാ ഒരു കളിപ്പീരാണ് ഇത്. ഇപ്പം കഴിഞ്ഞ ദിവസം കണ്ടു 25 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം രൂപ കഴിഞ്ഞ ദിവസം കണ്ടു. 2-3 ദിവസം മുമ്പേ ഉണ്ട്. 1 രൂപയ്ക്ക് അങ്ങോട്ട് കിടക്കുന്നു. അതുപോലെ യൂട്യൂബിലാണെങ്കിൽ
എന്തോ ചെറിയ 25 പൈസയുടെ കിടക്കുന്ന കണ്ടു. പിന്നെ നേരത്തെ ആണെങ്കിൽ അതുപോലെ 50 പൈസയുടെയൊക്കെ ഓരോരുത്തരുടെ ഫോട്ടോ ഉള്ളത് വെച്ചിട്ട് പറയും ഇതിന് 50 ലക്ഷം കിട്ടും, 25 കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. ചുമ്മാതാ, ഒരിക്കലും നമുക്ക് കിട്ടത്തില്ല. എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ പറയാണ്. എനിക്ക് സംഭവിച്ച കാര്യമാണ് ഇങ്ങോട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഒരിക്കലും ഈ 5 രൂപയ്ക്കൊക്കെ ആണെങ്കിൽ ഇത്ര രൂപ കിട്ടുമെന്ന് പറയാനുണ്ട്. നമ്മൾ അവനുകൊണ്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ സകല ഡീറ്റെയിൽസും അവരെ ചെല്ലും. അത് മനസ്സിലായിക്കണം. അല്ലാതെ പിന്നെ ആരെങ്കിലും വന്ന് വീട്ടിൽ നിന്ന് വന്ന് കൊണ്ടുപോകുകയാണെങ്കിൽ അവർ പറയും ഞങ്ങൾ വീട്ടിൽ വന്ന് ശേഖരിച്ചോളാം എന്നൊക്കെ പറയും. ഞങ്ങളുടെ ഏജൻറ്റുമാർ ഇവിടെ ഉണ്ടെന്നൊക്കെ പറയും. ചുമ്മാതാ. അതുകൊണ്ട് ആരെങ്കിലും നമ്മുടെ കേരളക്കാരോ ആരെങ്കിലും വീട്ടിൽ വന്ന് ശേഖരിക്കുക, ഇത്ര രൂപ വന്നേക്കാം എന്ന് പറയുകയാണെങ്കിൽ നമുക്കറിയാം, കുഴപ്പമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇതിൽ നമ്മൾ ചാടരുത്. ഇങ്ങനെ ചാടിക്കഴിഞ്ഞാൽ നമ്മുടെ സകല ഡീറ്റെയിൽസും പോകും, സകല പൈസകളും പോകും, ബാങ്കിലെ പൈസയും പോകും. ആദ്യം അവർ സ്നേഹത്തോടൊക്കെയാണ് പെരുമാറുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ള ഇതേ മാത്രമേ ഉള്ളൂ. എൻ്റെ കയ്യിലാണെങ്കിൽ 5 രൂപയുടെ ഉണ്ട്, 2 രൂപയുടെ ഉണ്ട്, 1 രൂപയുടെയൊക്കെ ഉണ്ട്. ഈ കണക്കും പ്രകാരം കഴിഞ്ഞ ദിവസം കണ്ടു 25 ലക്ഷം രൂപ എന്നൊക്കെ കണ്ടു. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ നോട്ട് ഓരോരുത്തരുടെ ആണെങ്കിൽ ഈ 5 രൂപയുടെ നോട്ടൊക്കെ ആണെങ്കിൽ 100 ബണ്ടിൽ കണക്കിന് ഇരിപ്പുണ്ടോ, 1 രൂപയുടെയൊക്കെ ഇഷ്ടംപോലെ ഇരിപ്പുണ്ട്. അവർക്ക് അങ്ങനെ ചെയ്താൽ പോരെ. അതുകൊണ്ട് നമ്മൾ ഈ ചതിയിൽ പെടരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്.